നമസ്കാരം വ്യൂവേഴ്സ്, അരവിസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും പാലക്കാട് ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. സമയം ഏകദേശം 12 മണി ആവുന്നേ ഉള്ളൂ. തിരക്ക് വളരെ കുറവാണ് കമ്പയർഡ് ടു പ്രീവിയസ് ഡേയ്സ്. ഇന്ന് വലിയ തിരക്കില്ല എന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വണ്ടി ബ്ലോക്ക് ആവേണ്ടതാണ്. നമുക്ക് എന്തായാലും മാളിനകത്തേക്ക് പോകാം. ഇന്നും നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ ഒരു ഷോപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ലുലു മാളിൻ്റെ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് മാളിനകത്ത് പോയിട്ട് സംസാരിക്കാം. വ്യൂവേഴ്സ് എനിക്ക് സജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് ഫലൂഡ നേഷൻ. നമ്മൾ ഫലൂഡ നേഷനിലെത്തി. ലാസ്റ്റ് ടൈം ഞാൻ ഫലൂഡ നേഷൻ ട്രൈ ചെയ്യണം പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ഡ്രെയിനേജിൻ്റെ ഇഷ്യൂ ആണ്. അന്നാണ് ഞാൻ ദ പൾപ്പ് ഫാക്ടറിയുടെ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഫലൂഡ നേഷനിൽ വന്നു, ഓർഡർ കൊടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. റോയൽ ഡിലൈറ്റ് ഫലൂഡ, ഡെത്ത് ബൈ ചോക്ലേറ്റ്, ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡ്. ഈ 3 സാധനങ്ങളും ഇവിടെ റെക്കമെൻഡഡ് ലിസ്റ്റിലുള്ളതാണ്. അവരുടെ മെനു ഞാനൊന്ന് കാണിക്കാം. ഇതാണ് അവരുടെ മെനു. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഷെഫിൻ്റെ ക്യാപ്പുള്ളതെല്ലാം ഇവിടെ റെക്കമെൻഡഡ് അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യലാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ റോയൽ ഡിലൈറ്റ് ഫലൂഡ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡെത്ത് ബൈ ചോക്ലേറ്റ്, അത് കഴിഞ്ഞാൽ ഫലൂഡ നേഷൻ ഫ്രൂട്ട് സാലഡ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിലെല്ലാം ബേസ് റേഞ്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. സ്റ്റോക്ക് കുറച്ച് കമ്മിയാണ്, സാധനങ്ങൾ വരുന്നേ ഉള്ളൂ. സോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഡിസ്പ്ലേയിൽ തന്നെ ഏകദേശം കുറച്ച് ഫലൂഡാസൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. ഫലൂഡ നേഷൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി വന്ന് ചിക്കിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലുലു കണക്റ്റിൻ്റെ എൻട്രൻസിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഫലൂഡ നേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു. ഏകദേശം ക്രൗഡഡായി വരുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് ഫുഡ് കോർട്ടിലൊരു 4-5 സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സീറ്റ് വേണം. അപ്പോൾ ഞാനൊരു സീറ്റ് എന്തായാലും കണ്ടുപിടിച്ച് ആരോടെങ്കിലും പറഞ്ഞ് റിസർവ് ചെയ്ത് വെക്കട്ടെ. ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് ഫലൂഡ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഫലൂഡ എല്ലാം മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻഡഡ് ക്വാളിറ്റി ലൂസാവും. അപ്പോൾ ഞാൻ എന്തായാലും സീറ്റ് ഒന്ന് നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഫലൂഡ നേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് അമൂലിൻ്റെ ഐസ്ക്രീമാണ്. പിന്നെ താഴെ ലാസയും കാണുന്നുണ്ട്. അമൂലും ലാസയാണ് ഇവർ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റിയിലൊന്നും വലിയ ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ഫലൂഡ നേഷനിൽ ഓർഡർ ചെയ്ത 3 സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് റോയൽ ഡിലൈറ്റ് ഫലൂഡ, ഇത് ഫലൂഡ നേഷൻ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ്, ഇത് ഡെത്ത് ബൈ ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഡെത്ത് ബൈ ചോക്ലേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്ക്, പീനട്ട്സ്, വാനില ഐസ്ക്രീം, ചെറി, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്. ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. എങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ആക്ച്വലി ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഫ്ലേവർ കിട്ടിയേനെ. ഇത് വാനില ഐസ്ക്രീമാണ്. ഇതിനകത്ത് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ ഓവർ പവറിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ പീനട്ട്സിൻ്റെ ഫ്ലേവറാണ്. ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ചോക്ലേറ്റ് ഓവർലോഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ആ ചോക്ലേറ്റ് സിറപ്പ് ആയാലും ശരി, ചോക്ലേറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് കേക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ചോക്ലേറ്റ് അഡിക്ട്സിന് ശരിക്കും ആ ഒരു ക്രേവിങ്സ് സാറ്റിസ്ഫൈ ആവുന്ന പോലെയാണ് തരേണ്ടത്. ഇതിന് ബേസിക്കലി ആ വാനില ഐസ്ക്രീമിൻ്റെ മധുരം, പീനട്ട്സിൻ്റെ ഫ്ലേവർ, പിന്നെ എവിടുന്നോ നല്ലൊരു മധുരം എനിക്ക് കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ആ ചോക്ലേറ്റിൻ്റെതായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് അല്ല. ഞാൻ ഇനിയും താഴെ എന്തോ ഫഡ്ജ് സോസോ ചോക്ലേറ്റ് സോസോ എന്തോ വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല. ജസ്റ്റ് മേലത്തെ കാര്യങ്ങൾ കഴിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത്. ഇതിലേക്ക് പോകുന്തോറും മേലെയുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ്. കപ്പലണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത്. പീനട്ട്സ് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങിയാൽ മതി. കപ്പലണ്ടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് വാങ്ങിക്കേണ്ട. കാരണം ഇറ്റ്സ് പീനട്ട് ഫോർവേഡാണ്. ചോക്ലേറ്റും പീനട്ടും കൂടെയുള്ള ഫ്ലേവർ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വളരെ വളരെ വീക്കാണ്. വാനില ഐസ്ക്രീം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ ചോക്ലേറ്റ് കേക്കിനൊന്നും ഒരു ഫ്ലേവറും ഇല്ല. സോ ഡെത്ത് ബൈ ചോക്ലേറ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫലൂഡ ഇവിടെ ഏകദേശം ഒന്ന് മെൽറ്റായി തുടങ്ങി.
ഞാൻ എല്ലാ ഫലൂഡ ഏത് വീഡിയോയിലും ഞാൻ ട്രൈ ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഫലൂഡയുടെ പ്രസൻറ്റേഷൻ അടിപൊളിയാണ് കാണാൻ, പക്ഷേ ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയാണ് കുഴപ്പം. ഇത് ഞാനിപ്പോൾ ഈ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓവർഫ്ലോ ആവും, അത്രയും ഫലൂഡ വേസ്റ്റ് ആവും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട്, കാരണം ഇത്രയും തിരക്കുള്ള മാളായതുകൊണ്ട് ഓരോ സമയത്തും ഇവർ ക്ലീൻ ചെയ്ത് പോവുകയാണ്. സ്റ്റാഫൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടേബിൾ പോലും കഴിച്ചു കഴിഞ്ഞാൽ ഡേർട്ടി ആയിട്ട് അവർ ഇടുന്നില്ല. ശരിക്കും ഇവരോടൊരു താങ്ക്സ് പറയേണ്ടതാണ്. നമുക്ക് എന്തായാലും ഇനി ഈ റോയൽ ഡിലൈറ്റ് ഫലൂഡ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് സ്പൂൺ ഇറക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഓവർഫ്ലോ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫലൂഡയിൽ വരുന്നത് മാംഗോ ഐസ്ക്രീം, വാനില ഐസ്ക്രീം, പിന്നെ മേലെ ജെല്ലിയും കുറച്ച് മ്യൂസ്ലിയും ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് വേർമിസെലിയും മാംഗോ ഐസ്ക്രീമും കട്ട് ഫ്രൂട്ട്സും സബ്ജ സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്ത ഒരു ഫലൂഡ മിക്സാണ് ഇത് മുഴുവൻ. പിന്നെ താഴെ സ്ട്രോബെറി സിറപ്പോ റോസ് സിറപ്പോ ആണ്, അതിൻ്റെ കൂടെ വാനില ഐസ്ക്രീമും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുരം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫലൂഡയായിട്ടാണ് എനിക്ക് തോന്നിയത്. മാംഗോ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. ബൈ ചോക്ലേറ്റും പിന്നെ റോയൽ ഡിലൈറ്റ് ഫലൂഡയും നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനലി ബാക്കിയുള്ളത് ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡാണ്. ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നോർമൽ ഫ്രൂട്ട് സലാഡ് പോലെ അല്ല, വാനില ഐസ്ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് അവർ ഇട്ടേക്കുന്നത്. മേലെ നമ്മൾ നേരത്തെ ഫലൂഡയിൽ കണ്ട പോലെ സ്ട്രോബെറി ജെല്ലി, ഒരു ചെറി, വാനില ഐസ്ക്രീം. ഇത്രയും കഴിച്ചാൽ ഡെത്ത് ബൈ ചോക്ലേറ്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് അല്ല. അതിനകത്ത് മെയിനായിട്ട് തന്നെ കപ്പലണ്ടിയുടെയും വാനില ഐസ്ക്രീമിൻ്റെയും ഫ്ലേവർ ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് കഴിച്ച റോയൽ ഡിലൈറ്റ് ഫലൂഡ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 210 രൂപയാണ്. ഒരിക്കലും 210 ആ ഒരു ഫലൂഡ വರ್ತല്ല. ബേസിക്കലി അതിനകത്ത് എല്ലാം ഐസ്ക്രീം ഫോർവേഡ് ആയിരുന്നു. ആ ഒരു മാംഗോ ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ആ രണ്ട് കോമ്പിനേഷനിലാണ് അത് പിടിച്ചു നിന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെയും പ്രസൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ബേസിക്കലി ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത്. ഒന്നും ഒരു എന്താ പറയുക 210 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിന് വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡിന് വന്നത് 180 ആണ്. ഡെത്ത് ബൈ ചോക്ലേറ്റും 190 ഒട്ടും വേർത്തല്ല. മേ ബി ഫലൂഡ നേഷൻ്റെ നോർമൽ ഔട്ട്ലെറ്റ്സിൽ എത്രയാണ് പ്രൈസ് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫലൂഡ നേഷനിൽ വരുന്നത്. മേ ബി മാൾ ആയതുകൊണ്ട് പ്രൈസിങ് കൂട്ടിയതാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡ് ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഫ്രൂട്ട്സ് ആയിട്ട് വന്നിരിക്കുന്നത് മാംഗോ, കിവി, ആപ്പിൾ, സ്ട്രോബെറി, പിന്നെ പൈനാപ്പിൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പൈനാപ്പിളിൻ്റെ പീസൊന്നും കിട്ടിയിട്ടില്ല. മെജോറിറ്റി ആയിട്ടും മാംഗോയും ആപ്പിളും തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഗ്രീനിൽ കാണുന്നതൊക്കെ കിവിയാണ്. ഇത് കൊള്ളാം, കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് തന്നെയാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡ് എന്ന പേര് വന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു നോർമൽ ഫ്രൂട്ട് സലാഡ്. മേ ബി ഇതിനകത്ത് സ്ട്രോബെറിയും കിവിയും കുറച്ച് പ്രീമിയം, എന്താ പറയുക, നോർമൽ ആപ്പിൾ പൈനാപ്പിൾ പോലെ അല്ലല്ലോ. സ്ട്രോബെറി കിവി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രീമിയം ടച്ച് ഉണ്ടല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡ് എന്നതിന് പേരിട്ടത്. ബട്ട് ഇതിനെക്കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി, അമേസിങ്, മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാൻ ഉള്ളൊന്നും എനിക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതിനകത്ത് മാതളമുണ്ട്, പൊമഗ്രാനൈറ്റ്. ഈ വാനില ഐസ്ക്രീം മൂടി കിടക്കുന്ന കാരണം ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് എന്ന് കഴിക്കുമ്പോൾ മാത്രമേ അറിയൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഏകദേശം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. സ്ട്രോബെറി, മാംഗോ, കിവി, പൊമഗ്രാനൈറ്റ് എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡും കഴിച്ചു കഴിഞ്ഞു. ഞാൻ കൊണ്ടുവന്ന ട്രേ, ടിഷ്യൂ പേപ്പർ, ബാക്കി 2 ഫലൂഡയുടെ ഗ്ലാസ് എല്ലാം തന്നെ ആ ചേച്ചിമാർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ആ ടേബിൾ പുതിയ കസ്റ്റമേഴ്സ് ഒക്യുപ്പൈൻ ചെയ്ത് കഴിഞ്ഞു. സോ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഏകദേശം ലഞ്ച് ടൈമായി, ഫുഡ് കോർട്ട് ഫുള്ളാണ്. അപ്പോൾ ഇന്ന് ഏകദേശം എനിക്ക് ടോട്ടൽ ബിൽ എമൗണ്ട് വന്നത് 609 രൂപയാണ്. ഇന്ന് കഴിച്ചതിൽ ആദ്യം കഴിച്ച ഡെത്ത് ബൈ ചോക്ലേറ്റ്, സോറി ടു സേ, വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അതിനെ ഒരിക്കലും ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ആക്കണമെങ്കിൽ അതിനൊരു ചോക്ലേറ്റിൻ്റെ ഓവർവെൽമിങ് പ്രസൻസ് ഉണ്ടാവണം. അത് അതിലുണ്ടായിരുന്നില്ല. ആ വാനില ഐസ്ക്രീമിന് പകരം ഒരു പക്ഷേ ചോക്ലേറ്റ് ഐസ്ക്രീം ചേർത്തിരുന്നുവെങ്കിൽ നമുക്കതിനെ ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് വിളിക്കാം. പിന്നെ നെക്സ്റ്റ് കഴിച്ച റോയൽ ഡിലൈറ്റ് ഫ്രൂട്ട് റോയൽ ഡിലൈറ്റ് ഫലൂഡ, അതും വളരെ അണ്ടർവെൽമിംഗ് എന്ന് തന്നെ പറയണം. കാരണം ഐസ്ക്രീം ആയിരുന്നു അതിനകത്ത് മെജോറിറ്റി നിന്നിരുന്നത്. ഫലൂഡ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ഫലൂഡയുടെ വെർമിസെലി ആണെങ്കിലും സബ്ജ സീഡ്സ് ആണെങ്കിലും അതിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിൽ അതൊക്കെ ആയിരിക്കണം ഷൈൻ ചെയ്യേണ്ടത്. ഒരിക്കലും ഐസ്ക്രീം അല്ല. ഐസ്ക്രീം ഇസ് ജസ്റ്റ് ടോപ്പിംഗ്. അത് മെൽറ്റായി ആയ ഫലൂഡേനെ ഒന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.
അത് മാംഗോ ഐസ്ക്രീം, മാംഗോ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം അത് ട്രൈ ചെയ്താൽ മതി. പിന്നെയും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, ഓക്കെ ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നത് ഫലൂഡ നേഷൻ ഫ്രൂട്ട് സലാഡാണ്. ആ ഒരു ഫ്രൂട്ട് സലാഡിൽ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും ജെല്ലിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബേസ് ജസ്റ്റ് പ്ലെയിൻ വാനില ഐസ്ക്രീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിൽ ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും അത് 180 റുപ്പീസിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾ തന്നെയാണ് കഴിച്ച് ഡിസൈഡ് ചെയ്യേണ്ടത്. ബട്ട് ഡെത്ത് ബൈ ചോക്ലേറ്റും ആ റോയൽ ഡിലൈറ്റ് ഫലൂഡയും തീർച്ചയായിട്ടും കൊടുത്ത പ്രൈസിന് വേർത്തല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അതിനേക്കാളും നല്ല ഫലൂഡ പല സ്ഥലത്തും പാലക്കാട് നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ അന്ന് ട്രൈ ചെയ്ത മറ്റേ പൾപ്പ് ഫാക്ടറിയിലുള്ള ഫലൂഡകൾ തന്നെ ഒരുപക്ഷെ ഇത്രയും പ്രൈസി അല്ലെങ്കിലും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ട്രൈ ചെയ്തു, ഫലൂഡ നേഷനിൽ വന്ന് ട്രൈ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് ലുലു മാളിനോട് ബൈ പറഞ്ഞ് പോവുകയാണ്. ഇനി തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ട്രൈ ചെയ്യാൻ ഒരുപാട് ഷോപ്സ് ഫുഡ് കോർട്ടിൽ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു, ബൈ.